ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ഇല്യൂഷൻ ആർട്ട് ചെയ്താലോ? ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്, അപ്പോൾ ചിലപ്പോൾ ഒരു തെറ്റൊക്കെ പറ്റാം. ഇത് ഭയങ്കര സിമ്പിളാണെന്നൊക്കെ ഞാൻ പറയും, എന്നാലും ഇത് കളർ ചെയ്യണ ആ പാർട്ട് എത്തിയാലേ നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്യും. നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി നിൽക്കുന്ന ടൈമിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ പകുതി വെച്ച് നമ്മൾ നിർത്തി പോകാൻ ചാൻസ് ഉണ്ട്. ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ഫൈനൽ ലുക്ക് കിട്ടും. ഞാൻ ചെയ്യുന്ന ഈ ഡിസൈൻ എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ കളർ ചെയ്യുന്ന ഭാഗത്ത് മാത്രം ചിലവർക്കെങ്കിലും ഒരു മടുപ്പ് ഫീൽ ചെയ്യും. എനിക്ക് മടുപ്പ് ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ ചില ഭാഗത്തൊക്കെ കുളമായി. നിങ്ങൾ എടുക്കുന്ന പേപ്പറിനനുസരിച്ച് കറക്റ്റ് ഹാഫായിട്ട് 6 സ്ക്വയർസ് കറക്റ്റ് അളവിൽ നമ്മൾ വരയ്ക്കണം. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് കാണിച്ച പോലെ അങ്ങോട്ട് കളർ ചെയ്യുക. വർക്കൊന്നുകൂടി ഈസി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ സത്യം മനസ്സിലാക്കിയത് അതിൻ്റെ ബാക്കിലെ 2 പേജിലും അതിൻ്റെ കളർ പതിഞ്ഞാണ്. അപ്പോൾ ആ മണ്ടത്തരൊന്നും ആദ്യമേ പോയി ആരും ചെയ്യാൻ നിൽക്കണ്ട. ഫസ്റ്റ് തന്നെ ബ്ലാക്ക് പെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ചില മാർക്കറൊന്നും പുറത്തേക്ക് പതിയില്ല. ഞാൻ എൻ്റെ മാർക്കറാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാനും മറന്നുപോയി. അതേനും എൻ്റെ ആദ്യത്തെ മണ്ടത്തരം. പിന്നെ രണ്ടാമത്തെ മണ്ടത്തരം എന്താ വെച്ചാൽ കളർ ചെയ്യാൻ പാടില്ലാത്ത കള്ളിൽ പോയി കാരണം കളർ ചെയ്ത് അത് പിന്നെ ഞാൻ വൈറ്റ്നർ വെച്ചുകൊണ്ടൊക്കെയാണ് സെറ്റ് ചെയ്തത്. ആ തെറ്റ് നമുക്ക് ഫൈനൽ ലുക്കിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. എന്തായാലും കുറേ തെറ്റൊക്കെ പറ്റി. ഇനി എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണണ്ടേ? അപ്പം നമുക്ക് ട്രാൻസിഷനിലൂടെ ഫൈനൽ ലുക്ക് കണ്ടാലോ? എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടമായോ?